നിങ്ങൾ ഈയിടെ കേട്ടിട്ടുള്ള ഏറ്റവും വിവാദമായിട്ടുള്ള ഒരു ടേം ആയിരിക്കും OSM വാല്യുവേഷൻ. എന്താ ഈ OSM വാല്യുവേഷൻ എന്ന് പറഞ്ഞാൽ? നമ്മൾ +2 കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മാർക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി CBSE ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു പുതിയ മെത്തേഡ് ഓഫ് ഇവാലുവേഷൻ ആണ് OSM ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അതായത് ഓൺ സ്ക്രീൻ മാർക്കിംഗ്. ടീച്ചേഴ്സ് വളരെ നോർമലായിട്ട് മാനുവലി പേപ്പറിൽ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ടായിരുന്ന അങ്ങനെ ചെയ്തിട്ടുള്ള ചെക്ക് ചെയ്തിട്ടുള്ള എക്സാം ഇവാലുവേഷൻ ആയിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നുള്ളതെങ്കിൽ ഇനി അങ്ങോട്ട് അത് മാറി. ഈ ഇയറിലാണ് അത് ഫസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. സ്ക്രീനിലാണ് നിങ്ങളുടെ മാർക്ക് ഇടുക. ഓക്കെ, സ്ക്രീനിൽ മാർക്ക് ഇടുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, എന്തെങ്കിലും നമുക്ക് ഗുണങ്ങളുണ്ടോ, എന്തുകൊണ്ടാണ് ഈ സംഭവം ഇത്രയധികം വിവാദമായത്, ആ സംഭവം എങ്ങനെയാണ് നമ്മളെ ബാധിക്കാൻ പോകുന്നത്, ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. OSM എന്നുള്ളതിന്റെ ഫുൾ ഫോം ഓൺ സ്ക്രീൻ മാർക്കിംഗ് എന്നാണ്. അപ്പൊ നമ്മളിവിടെ പ്രത്യേകമായിട്ട് ഒന്നും ചെയ്യേണ്ട. നോർമലി നിങ്ങൾ എങ്ങനെയാണോ എക്സാം എഴുതുന്നത് ആ രീതിക്ക് തന്നെ പേപ്പറിൽ എക്സാം എഴുതി പോകുക. ബാക്കിയുള്ള പ്രോസസ്സൊക്കെ അവർ നോക്കിക്കോളും. ഓക്കെ, ഇത് എങ്ങനെയാ വർക്ക് ചെയ്യുന്നത്? അതായത് നിങ്ങൾ എഴുതിയ പേപ്പേഴ്സ്, നിങ്ങൾ എഴുതിയ ആൻസർ ഷീറ്റ് സ്കാൻ ചെയ്യും. സ്കാൻ ചെയ്തിട്ട് PDF രൂപത്തിൽ ഡിജിറ്റൽ കോപ്പി ആക്കിയിട്ട് സൂക്ഷിക്കും. ആ ഡിജിറ്റൽ കോപ്പിയാണ് ടീച്ചേഴ്സ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആ ഡിജിറ്റൽ കോപ്പി ഇവാലുവേറ്റ് ചെയ്യുന്നത് മൂലം നിങ്ങൾക്ക് എങ്ങനെയാണ് അതുകൊണ്ട് ഉപകാരം ഉണ്ടാകുന്നത്? അപ്പൊ ഡിജിറ്റൽ കോപ്പിയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ മാർക്കിംഗ് സിസ്റ്റം കംപ്ലീറ്റ്ലി വരുന്നത് ഇലക്ട്രോണിക്കലി ആണ്. ആ മാർക്കിംഗ് സിസ്റ്റം കംപ്ലീറ്റ്ലി ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ മാർക്ക് ടീച്ചർ ഇടുന്നത് പണ്ട് പേപ്പറിലായിരുന്നെങ്കിൽ ഇപ്പം കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടായിരിക്കും മാർക്ക് രേഖപ്പെടുത്തുന്നത്. ഇതുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ഗുണം എന്താണെന്നറിയോ? കാൽക്കുലേഷൻ എററുകൾ ഉണ്ടാകില്ല. ഓക്കെ, നിങ്ങളുടെ മാർക്ക് കൂട്ടിയിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ടീച്ചേഴ്സിന് കുറച്ചുകൂടി സ്ട്രെസ് ഫ്രീ ആയിട്ട് പേപ്പേഴ്സ് നോക്കാൻ പറ്റും. ആൻഡ് കൂടുതൽ സ്പീഡിൽ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. അതുകൊണ്ട് നിങ്ങളുടെ റിസൾട്ടുകളൊക്കെ ഒരുപാട് ലാഗ് ആകാതെ പെട്ടെന്ന് തന്നെ വരും എന്നുള്ളതാണ്. ഇതൊക്കെ ഇതിന്റെ പ്രധാനപ്പെട്ട ഗുണങ്ങളാണ്. അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്താ? പ്രശ്നങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, മെയിൻ ആയിട്ടുള്ള കൺസേൺസ്. ആ കൺസേൺസ് എന്ന് പറയുന്നത് ഈ സംഭവം മൂലമാണ് ഇത് ഏറ്റവും കൂടുതൽ ഇത്തവണ വിവാദമായിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് മാറിയത്. പേപ്പേഴ്സ്, നിങ്ങളുടെ ആൻസർ ഷീറ്റ്സ് ഡിജിറ്റലി ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം അത് സ്കാൻ ചെയ്തിട്ട് സ്കാൻഡ് കോപ്പി ആക്കി മാറ്റണം. അതായത് PDF ആക്കി മാറ്റണം. കാരണം നമ്മുടെ കയ്യിലുള്ളത് പേപ്പേഴ്സ് ആണ്, ഹാർഡ് കോപ്പിയാണ്. ഓക്കെ, ഇനി നമ്മളത് ഡിജിറ്റൽ കോപ്പി ആക്കിയതിന് ശേഷമാണ് ടീച്ചേഴ്സ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് സ്കാൻ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ചില പേപ്പറുകൾ ബ്ലറായി പോകുന്നുണ്ട്, ചില പേപ്പറുകളിൽ ഫോട്ടോ മിസ്സാകുന്നുണ്ട്, ചില പേപ്പറുകൾ തന്നെ മിസ്സായി പോവുക. ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഒരു ടീച്ചർക്ക് കിട്ടുന്ന പേപ്പറിൽ ഇതാണ് പ്രശ്നമായിട്ടുള്ളത്. അതായത് റീവാലുവേഷൻ നോക്കിയ സമയത്തും അതേപോലെ തന്നെ നമ്മുടെ പേപ്പേഴ്സ് നമ്മൾ വീണ്ടും ചെക്ക് ചെയ്യാൻ വേണ്ടി വാങ്ങൂലേ, അങ്ങനെ ചെയ്ത സമയത്തൊക്കെ ഉണ്ടായ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലറായിട്ടുള്ള പേപ്പറുകളിലുള്ള ഉത്തരങ്ങൾക്ക് മാർക്കില്ല. കറക്റ്റ് ശരിയുത്തരായിട്ട് പോലും ആ ചോദ്യങ്ങൾക്ക് മാർക്കില്ല എന്നതായിരുന്നു ഇത്തവണത്തെ പ്രശ്നം. അപ്പോൾ ഈ സ്കാൻ ചെയ്യുന്നതിലുള്ള ഒരു പ്രശ്നം എങ്ങനെയാണോ കുട്ടിയെ ബാധിക്കുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് സ്കാൻ ചെയ്തിട്ടില്ലെങ്കിൽ ആ കുട്ടി അർഹിച്ച മാർക്ക് പോലും അവർക്ക് കിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഒരു ഏറ്റവും വളരെ ഭീതിപ്പെടുത്തുന്ന ഡിസ്അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ അത് ഒന്ന് പ്രോപ്പറായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ വളരെ സ്മൂത്ത് ആവും. ഇനിയിപ്പോൾ കമ്മിങ് ഇയേഴ്സിൽ നിങ്ങളൊക്കെ എഴുതാൻ പോകുന്ന എക്സാമുകൾക്ക് ഇതിന്റെ സ്റ്റാറ്റസ് എന്തായിരിക്കും? ഒഫീഷ്യലി ഇത്ര വിവാദമായതുകൊണ്ട് CBSE ഇത് റിമൂവ് ചെയ്യും എന്നൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിലും CBSE ഇതുവരെ ഒഫീഷ്യലി റിമൂവ് ചെയ്തിട്ടില്ല. വരുന്ന വർഷങ്ങളിലും ഇത് തന്നെ ആയിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് നിങ്ങളൊക്കെ എഴുതാൻ പോകുന്ന എക്സാമുകളുടെ ഇവാലുവേഷൻ മെത്തേഡ് ഓൺ സ്ക്രീൻ മാർക്കിംഗ് തന്നെ ആയിരിക്കും. പക്ഷേ കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്തുകൊണ്ടുള്ള, കുറച്ചുകൂടി ഇതിന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ടുള്ള ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു സിസ്റ്റം ആയിരിക്കും എന്ന് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ നമ്മൾ എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടതില്ലോ ഉണ്ടോ? ഇല്ല. നിങ്ങൾ സാധാരണ എഴുതുന്നത് പോലെ ക്ലിയർ ആയിട്ട് എഴുതുക. നിങ്ങളുടെ വർക്കിംഗ് സ്റ്റെപ്പുകളും അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡയഗ്രാംസ് ഒക്കെ പ്രോപ്പറായിട്ട് ആൻസർ ഷീറ്റിൽ എഴുതിയാൽ മതി. അതായത് ആൻസർ ഷീറ്റ് ക്വാളിറ്റി ഉള്ളതായിരിക്കണം, നീറ്റ് ആയിരിക്കണം. അത്രമാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. കൂടുതൽ പേടിക്കേണ്ട സംഭവങ്ങളൊന്നും ഇതിൽ ഇല്ല. അപ്പോൾ OSM വാല്യുവേഷനെ പറ്റി കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ, വീണ്ടും കാണാം. ബൈ.